ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എരിക്കും പൂവിൻ്റെ ഒരു ഹാരം ഉണ്ടാക്കി നോക്കിയാലും നമുക്കിന്ന് അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന ഈ ശിവനൊക്കെ പൂജിക്കാനും ഗണപതിക്കൊക്കെ പൂജയ്ക്ക് കൊടുക്കുന്ന എരിക്കും പൂവ് എല്ലാത്തിനും നാട്ടിലൊക്കെ കിട്ടുന്ന നാട്ടുമ്പുറത്തൊക്കെ നല്ലപോലെ കിട്ടുന്ന സംഭവമാണ്. നമുക്കത് വെച്ചൊരു ചെറിയൊരു മാല കെട്ടി നോക്കിയാലോ. അപ്പം നമുക്കതിനെ ഫസ്റ്റ് അതിന് ഇതളുകളെല്ലാം ആ പൂ എടുത്തിട്ട് പൂവിൻ്റെ സൈഡിലുള്ള ഇതളുകളെല്ലാം മാറ്റി കൊടുത്തിട്ട് ആ നടുക്കുള്ള വെട്ടുപോലുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി എടുക്കേണ്ടി വരും. ഈ പൂ പറിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ല കറയുണ്ടാവും ദേഹത്ത്, കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. ഇലയിലും ചെടിയിലൊക്കെ നല്ല കറയുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പൂ പറിക്കാനും. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ അതിന് പൂവിൽ തന്നെ ചെറിയൊരു കറയുണ്ടാവും. നമ്മൾ അതിന് പതുക്കെ ഇളക്കിയെടുക്കുക. അതെല്ലാം വെളുത്തിയെടുത്തതിന് ശേഷമാണ് നമുക്കിത് ഈ മാല കെട്ടാൻ പറ്റുന്നത്. അത് കുറച്ച് ഇതിനകത്ത് ഉറുമ്പുകളും ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനകത്തുനിന്ന് ഉറുമ്പൊക്കെ വരണുണ്ട്. കാര്യം ഇതിൽ പൂവായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും. സൂക്ഷിച്ച് എടുക്കാം. അപ്പോൾ നമുക്കതെല്ലാം ഇങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ആ പൂവിൻ്റെ അകത്തുള്ള ആ മൊട്ട് പോലുള്ള അത് കുറേ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോർക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മളൊരു സൂചിയും നൂലും കോർത്തെടുക്കുക. അതിലേക്ക് നമ്മൾ ആ സ്റ്റാർ പോലെ വരുന്ന ആ ഭാഗം ഫസ്റ്റ് കോർത്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡ് രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ, അപ്പോഴാണ് ഒരു ഭംഗി വരുന്നത്. അങ്ങനെ അത് കോർത്തെടുക്കുക. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും അതേപോലെ സ്റ്റാർ പോലത്തെ ഭാഗം ആദ്യം കോർത്തെടുക്കുക. പിന്നെ സെക്കൻഡ് കോർക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോഴേക്കും ആ ഒരു പാറ്റേൺ പോലെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് വരും. ആ മുത്തുപോലെയുള്ള ആ പൂക്കളെല്ലാം നമ്മൾ അതുപോലെ മുഴുവനായിട്ടും എല്ലാം കോർത്തെടുക്കുക. സൂചി നൂലും വെച്ചിട്ട് സൂക്ഷിച്ച് വേണം കോർത്തെടുക്കാനായിട്ട്. നൂല് കയറി ഇങ്ങനെ അത് പൂവിങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ആ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിന് കുത്തുന്ന സൈഡ് മാത്രം കുറച്ചൊന്ന് ഹാർഡായിരിക്കും. ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സൂചി കൊണ്ട് അതിങ്ങനെ കീറിപ്പോവാണ്ട് അത് ചീത്തായി പോവാണ്ട് നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ കോർത്തെടുക്കുക. പിന്നെ നമ്മൾ അതിന് താഴെ കൊടുക്കാനായിട്ട് ഇങ്ങനെ തോരണം പോലെ കൊടുക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു 3 തോരണങ്ങൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വേറെ സൂചി നൂലെടുക്കുക. എടുത്തതിന് ശേഷം അതേ സെയിം സ്റ്റാറിൻ്റെ ഭാഗം തന്നെയാണ് ഫസ്റ്റ് കോർത്ത് കൊടുക്കേണ്ടത്. അതുവഴി കോർത്ത് കൊടുക്കുക. കോർത്ത് നമ്മൾ സൂചി വെച്ച് കോർത്തെടുത്തതിന് ശേഷം ആ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ടിട്ടുണ്ടായിരിക്കണം. ആ കെട്ടിട്ടുള്ള ഭാഗത്ത് ആ രണ്ട് നൂലിൻ്റെ ഇടയിലും കൂടെ സൂചി എടുക്കുക. അപ്പോഴേക്കും അതൊരു ലോക്ക് പോലെയാവും. എന്നിട്ട് അതിന് പതുക്കെ ചെറുതായിട്ട് പതുക്കെ ഭയങ്കര പ്രഷർ കൊടുക്കൽ, പതുക്കെ വേണം അത് ചെയ്യാൻ. ടൈറ്റ് ചെയ്ത് ആ നൂല് മുകളിലേക്ക് വരുന്ന രീതിയിൽ വച്ച് നമ്മളവിടെ ലോക്ക് ചെയ്തിടുക. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പതുക്കെ ചെയ്യുക. ധൃതി പിടിക്കാനും വേണ്ട. പിന്നെ അതേപടി നേരത്തെ കോർത്തതുപോലെ തന്നെയാണ്, അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് അടുത്തത് കോർക്കുക. അങ്ങനെ നമ്മൾ ഒരു 5 ബീഡ്സ് പോലെയല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ 5 പൂവിൻ്റെ പൂക്കൾ നമ്മളതിൽ കോർത്തെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ തോരണം പോലെയുള്ളത് നമുക്ക് കിട്ടും. അത് സൂക്ഷിച്ച് വേണം, മാക്സിമം നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 5 എണ്ണം കോർത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ആ തോരണം കറക്റ്റായിരിക്കും. അതുപോലെ മൂന്നെണ്ണം വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ആ ഒരെണ്ണം ചെയ്തതിന് ശേഷം നൂല് കുറച്ച് ലെങ്ത്തിന് നൂല് വിട്ടിട്ട് നൂല് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ 3 പീസ് നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റ് 5 എണ്ണം ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക നൂല്. ഇതുപോലെ നമ്മൾ 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ 3 സെറ്റും കൂടെ ഒരുമിച്ച് ചേർത്ത് നൂലൊന്ന് ജോയിൻ്റ് ചെയ്യുക. ഒരുമിച്ച് കെട്ടി കൊടുക്കുക. അപ്പോഴേക്കും അത് എങ്കിലാണ് നമുക്ക് മറ്റേ ഇതിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് താഴെ മുകളിലോട്ട് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ 3 തോരണം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അതിനെ അവിടെ കെട്ടി ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ വലുതായിട്ട് നമ്മൾ വലിയൊരു മാലയായിട്ട് കോർത്തെടുത്തിട്ടുണ്ടല്ലേ ആദ്യം, അതുമായിട്ടാണ് നമുക്കിനി ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. നൂല് നല്ല ഭംഗിക്ക് നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് സൂക്ഷിച്ച് വേണം കെട്ടാനായിട്ട്. ഞാനിതിലിപ്പോൾ 3
ലെയറായിട്ടാണ് തോരണങ്ങൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 5 ലെയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ടുണ്ട് തോരണങ്ങൾ. അതിൻ്റെ താഴെ വരുന്ന ആ ഒരു ഇത് നല്ല നമ്മൾ മുത്ത് കോർത്തതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത് വലിയ മാലയിലോട്ട് അത് ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോഴേക്കും നമ്മൾ മുത്തുപോലെ കോർത്ത് വെച്ചിരിക്കുന്ന വലിയ മാല നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് അവിടെയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, അവിടെയും ഒന്ന് കെട്ടി കൊടുക്കുക. അത് രണ്ടും ആ 2 എൻഡും തമ്മിൽ കെട്ടി വയ്ക്കുക പരസ്പരം നല്ലപോലെ. എന്ന് വെച്ചാൽ അത് ഇളകി പോകരുത്, ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂവാണ്, അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പതുക്കെ നമ്മൾ ആ എൻഡ് മാത്രം ഒന്ന് പതുക്കെ കെട്ടി കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വീഴാതെ ശ്രദ്ധിക്കുക, ഗ്യാപ്പില്ലാതെ കെട്ടി വയ്ക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിയതിന് ശേഷം ഈ 2 എൻഡും ഈ താഴെ വന്ന ആ തോരണവും ഈ മാലയും കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് കെട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതും നോർമലി കെട്ടുന്ന രീതിയിൽ കെട്ടിയാൽ മതി. പക്ഷേ 2-3 പ്രാവശ്യം നമ്മൾ കെട്ടി കൊടുക്കുക, കാരണം അത് അഴിഞ്ഞു പോകരുത്. പൂവായതുകൊണ്ട് നമ്മൾ അത്രയും സോഫ്റ്റായിട്ടായിരിക്കും പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പതുക്കെ സമാധാനത്തിൽ തന്നെ ചെയ്യുക, അപ്പോഴേക്കും അത് പൊട്ടിപ്പോവാണ്ടിരിക്കും. അങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ആ ബാലൻസ് വരുന്ന ആ നൂല് നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഈ ബാലൻസ് വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാലയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ ശിവൻ്റെ അമ്പലത്തിലൊക്കെ എരിക്കും പൂവിൻ്റെ ഹാരമൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഒരു മാല കെട്ടി ഇടണമെന്നൊരാഗ്രഹം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിക്ക് മുത്ത് കോർത്തതുപോലെ ഇരിക്കുന്നു, നമ്മൾ മുത്തുകൾ കോർത്ത് വെച്ചതുപോലെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഈ മാല ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.